ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. കുംഭമേള യാത്രയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വാരണാസിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് പ്രയാഗ്രാജിലേക്കാണ്. അതിനുവേണ്ടി വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കുംഭമേളയ്ക്ക് വേണ്ടി നിരവധി ട്രെയിൻ സർവീസുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏകദേശം 2-3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ये है प्रयागराज के जोशी रेलवे स्टेशन। यस स्वामी शंभो महादेवा। अभी यहाँ से 7 किलोमीटर चलना है। 7 किलोमीटर पैदल चलना है। എന്തായാലും ട്രെയിനിൽ വന്നത് ശരിക്കും ഭാഗ്യമായി. പല ഓപ്ഷൻ നോക്കിയിട്ട് ഞങ്ങൾ അവസാനമാണ് ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ ടാക്സിയിലോ വരികയാണെങ്കിൽ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തിന്റെ ഏകദേശം 20-25 കിലോമീറ്റർ മാറിയായിരിക്കും ഇവർ വന്ന് നിർത്തുന്നത്. കാരണം പിന്നീട് അങ്ങോട്ട് റോഡ് മാർഗം നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കുമല്ലോ. പക്ഷേ ട്രെയിൻ ആകുമ്പോഴൊരു ഗുണം, അതിന്റെ അവസാനം ആ സ്റ്റേഷൻ വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ജുഹി എന്നുള്ള ഒരു സ്റ്റേഷനിലാണ്. അത് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി കുംഭമേള നടക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ 20 കിലോമീറ്റർ നടക്കേണ്ടി വന്നാലേ. എന്തായാലും ഇത് ഭാഗ്യമായി പോയി. ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് കിടക്കുകയാണ്. ഈ യാത്ര അല്പം റിസ്ക്കുള്ള യാത്രയായിരുന്നു. ടിക്കറ്റ് എടുത്തില്ല, അത് തന്നെ കാരണം. മനഃപൂർവ്വം എടുക്കാതിരുന്നതല്ല, കൗണ്ടറിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടു, പ്രയാഗ്രാജിലേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ഓടിക്കേറിയതാണ്. ഒരു പോലീസുകാരൻ പറയുകയും ചെയ്തു, അകത്ത് TTRനോട് പറഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് എടുത്താലും മതിയെന്ന്. TTR വന്നു, പലരെയും ക്വസ്റ്റ്യൻ ചെയ്തു, പലരെയും പുറത്താക്കി. ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് ഫൈൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. 3000 രൂപ കൊടുത്തു. അപ്പോഴും കുഴപ്പമില്ല, AC കോച്ചിൽ ഒരാൾക്ക് 600 രൂപയിലേ വരുന്നുള്ളൂ. നല്ലൊരു യാത്ര. ഇനി ഒരു 6-7 കിലോമീറ്റർ നമുക്ക് നടന്ന് യാത്ര ചെയ്യണം. കുംഭമേളയുടെ യഥാർത്ഥ യാത്ര ഇവിടെ തുടങ്ങിയാണ്. നിങ്ങൾ കാണുന്നില്ലേ, എത്രയോ ആളുകളാണ് ഈ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുന്നത്, അതും ഒരു ട്രെയിനിൽ. ഇതുപോലെ പല ട്രെയിനിൽ നിരവധി ആളുകളായിരിക്കും, ആബാലവൃദ്ധം, പ്രായം കുറഞ്ഞതും കൂടിയതും. പ്രായം കൂടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത്. അവരിങ്ങനെ ഉറുമ്പുകൾ പോകുന്ന പോലെ ഒരു പ്രത്യേക വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് അങ്ങനെ പോവുകയാണ്. ഈ എല്ലാവരും പോകുന്നത് സംഗം സ്ഥാനത്തേക്കാണ്. കുംഭമേള നടക്കുന്ന ഗംഗയുടെയും യമുനയുടെയും തീരം ലക്ഷ്യമാക്കിയാണ് ഇവരെല്ലാവരും നടക്കുന്നത്. ഞങ്ങളും അവരുടെ കൂടെ കൂടി. ഉത്തർപ്രദേശിലെ ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വരണ്ട് മരുഭൂമി സമാനമായ പ്രദേശങ്ങൾ. ഞാൻ ആലോചിച്ചത് 2025 ഈ ഗ്രാമങ്ങൾ എങ്ങനെയാണെങ്കിൽ 80കളിലും 90കളിലൊക്കെ എന്തായിരിക്കും അവസ്ഥയല്ലേ. പരിഷ്കാരം അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. ഗ്രാമങ്ങളിൽ മൺപാതകളാണ് കൂടുതൽ. ചെറിയ കടകളും വീടുകളൊക്കെ കാണാം. നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ഒരു കടയിൽ കയറി സ്നാക്സും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ച ടെന്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് നദിയുടെ വേറൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. ഇവിടുത്തെ കാര്യം അത്ര സുഖകരമല്ല. നിങ്ങളിപ്പോൾ കണ്ടറിയാൻ പറ്റും, ചേരി പ്രദേശം പോലെയാണ്. ഗംഗ അത്ര വലിയ ശുദ്ധിയാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഏരിയയിൽ അല്പം കണ്ടാൽ വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഒരു ചേരി പ്രദേശം, ചെളിവെള്ളത്തിലൊക്കെയാണ് കുട്ടികളൊക്കെ കുളിക്കുന്നത്. എത്ര മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വെള്ളമാണെന്ന് നോക്കി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഗംഗാ ശുചീകരണം ഒരു സ്ഥലത്ത് നടക്കുന്നു. ചിലപ്പോൾ അവർക്ക് എല്ലാ ഭാഗവും അങ്ങനെ ക്ലീൻ ഗംഗ പ്രൊജക്റ്റ് അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഗംഗാതടത്തിന്റെ വലിയൊരു ഭാഗം ഇത്തരം ടെൻ ഹൗസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ടെമ്പററി ടെൻ ഹൗസുകളാണ്. മഴക്കാലത്ത് ഗംഗ ശരിക്കും ഇതിലൂടെയൊക്കെ ഒഴുകിപ്പോവും. വേനൽക്കാലമായതുകൊണ്ടാണ് ഇത്രയും വലിയ കരയായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ കരയിലൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മിതികളാണ്. നിരവധി ആശ്രമങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കിട്ടും. അമൃതഭോജനമായിട്ട് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമുക്ക് ഭക്ഷണം ലഭിക്കും. സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അതിന് 100 രൂപ മാത്രമാണ് വാടക വരുന്നത് ഒരു ദിവസം താമസിക്കുന്നതിന്. പക്ഷേ സൗകര്യങ്ങളെല്ലാം വളരെ പരിമിതമായിരിക്കും.
ഞങ്ങളുടെ ടെൻറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് സെക്ടർ 24-ലാണ്. 24-ലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഗംഗ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നടക്കാനായിട്ട്. ക്രോസ് ചെയ്യാനായിട്ട് ഒരു ടെമ്പററി ബ്രിഡ്ജാണ് ഇവിടെ പണിതിരിക്കുന്നത്. ആ ബ്രിഡ്ജിലൂടെയാണ് ഞങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നത്. അതായത് ഗംഗ ക്രോസ് ചെയ്ത് നമ്മൾ അക്കരയ്ക്ക് പോകുന്നു. അതിവിശാലമായി പരന്നൊഴുകുകയാണ് ഗംഗ. ഈ ഗംഗയെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടെമ്പററി ബ്രിഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ടാവും ഇത്തരം പാലങ്ങൾക്ക്. ഞങ്ങളങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ ഗംഗയുടെ തീരത്ത് ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. സ്നാനം ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. ഓരോ സെക്ടറിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ക്രൗഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ തിരക്കായിട്ട് തോന്നിയില്ല. സാധാരണ കുംഭമേളയുടെ സ്നാനം എന്ന് പറയുമ്പോൾ സൂചി കുത്താനിടമില്ലാത്ത രീതിയിലായിരിക്കും ആളുകൾ സ്നാനം ചെയ്യാൻ വരുന്നത്. പക്ഷെ അത്രയ്ക്ക് തിരക്ക് ഇവിടെ കാണുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് സ്നാൻ ദിവസങ്ങളുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് ബസന്ത് പഞ്ചമി എന്ന് പറയുന്ന ഒരു സ്നാനിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്നാൻ ദിവസം ഇവിടെ ഒരു സ്റ്റാമ്പേഡ് നടന്നിരുന്നു. അന്ന് കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവ്. സാധാരണ ഇങ്ങനെയല്ല എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. കുംഭമേളയുടെ യഥാർത്ഥ സ്നാൻ നടക്കുന്നത് ഇവിടെയല്ല, അത് ത്രിവേണി സംഗമത്തിലാണ്. നാഗസന്യാസിമാരും അതുപോലെ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളും എല്ലാം ഓടി വന്ന് ഇറങ്ങുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് നടക്കുന്നത് സംഗം സ്ഥാനത്താണ്. ഇവിടെ മുതൽ VIP ഏരിയ ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ചേരി പ്രദേശങ്ങളോ അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ ചാലുകളോ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. നിരവധി ടെന്റ് ഹൗസുകൾ ഇവിടെയുണ്ട്. ദിവസം 1000 രൂപ മുതൽ 20,000 രൂപ വരെ വാടകയുള്ള ടെന്റ് ഹൗസുകളാണ് ഇവിടെയുള്ളത്. അതുപോലെ നല്ല വൃത്തിയുള്ള റോഡുകളും ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാം. എല്ലാം ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. റോഡ് ആക്ച്വൽ റോഡ് തന്നെയാണ്. VIP-കളൊക്കെ, അതായത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരുമൊക്കെ ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ വഴിയാണ് ത്രിവേണി സംഗമത്തിലോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയനെ VIP ഏരിയ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ടെന്റ് ഹൗസിലേക്ക് നടന്നു. റോഡരികിലെ മരങ്ങൾ പോലും വിവിധ വർണ്ണത്തിലുള്ള പെയിന്റുകളൊക്കെ അടിച്ച് നന്നായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പഴയ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ആ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. റോഡ് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. അതിനുവേണ്ടി ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി ടീമൊക്കെ ഇവിടുത്തെ പൊടികളെല്ലാം കളഞ്ഞ് ഇടയ്ക്ക് റോഡൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ടെന്റ് ഹൗസ്, കുംഭ് ഗംഗ റിട്രീറ്റ്. ഇനിയുള്ള 4 ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെയായിരിക്കും താമസിക്കുന്നത്. കുംഭമേളയുടെ ഭാഗമായിട്ട് നിരവധി ഇത്തരം ടെന്റ് ഹൗസുകൾ ഇവിടെ കാണാം. എല്ലാം ടെമ്പററി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ കുംഭമേള കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കാണില്ല. ശരിക്കും സർക്കാർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ. ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും യാത്രയുടെ ക്ഷീണമൊക്കെ മാറി. ട്രെയിൻ യാത്ര ആയതുകൊണ്ട് അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഇല്ല. നല്ല കംഫർട്ടായ AC-യിലുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയാണ്. നാളെയാണ് ഞങ്ങളുടെ പ്രധാന സ്നാൻ ദിവസം. നിരവധി ടെന്റ് ഹൗസുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ടെന്റ് ഹൗസിന് തന്നെ ഏകദേശം 5000 രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ വാടക. ഇപ്പോൾ ഈ കാണുന്ന ടെന്റ് ഹൗസ് കണ്ടോ, ലക്ഷറീസ് ആണ്. ഇത് ഏകദേശം 20,000 രൂപ വരെ വേണമെങ്കിൽ വരാം. ഈ സമയമായതുകൊണ്ട് ഇവർ നമ്മളെ മാക്സിമം പിഴിഞ്ഞെടുക്കുകയാണ്. അത് ഈ VIP റൂട്ടിലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ്. അങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ ഏകദേശം രാത്രിയായി. ഞങ്ങൾ അവിടെ തന്നെ ലോക്കൽ ടീം അവർ ചായയൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചു, കുംഭമേളയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ സമയം കളഞ്ഞു.
ഇനി ഞങ്ങൾ താമസിക്കുന്ന ടെന്റ് ഹൗസിലേക്ക് നടക്കുകയാണ്. അപ്പം നല്ലൊരു ഭജൻ കേട്ടു. ഒരു ആശ്രമത്തിൽ നിന്നാണ് ആ ഭജൻ കേൾക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇങ്ങനെ ഓരോ സെക്ടറിലും നിരവധി ആശ്രമങ്ങൾ ഉണ്ടാവും. ഇത്തരം ആശ്രമങ്ങളിലാണ് നമുക്കിങ്ങനെ ഭജനൊക്കെ കേൾക്കാനും കാണാനൊക്കെ സാധിക്കുന്നത്. അതുപോലെ ഭക്ഷണ സമയത്താണെങ്കിൽ ഇവിടെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടും. ഉച്ചയ്ക്കായാലും രാത്രിയായാലും പ്രസാദമായിട്ട് നമുക്ക് ഭക്ഷണം ലഭിക്കും. ആളുകളൊക്കെ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുകയാണ്. രാത്രിയിൽ ഇങ്ങനെ ഭജനൊക്കെ കേട്ടിരിക്കുന്നത് നല്ല സുഖമുള്ളൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ നല്ലൊരു ഭക്തിസാന്ദ്രമായ ഭജൻ കേട്ട് ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി ഞങ്ങൾ താമസിക്കുന്ന ടെന്റ് ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയുണ്ട് സമയം കുറച്ചും കൂടി. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കളയാം. അപ്പോൾ ഇവിടെ സർക്കസ് പോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. നടന്നിട്ട് അത്ര വലിയ ക്ഷീണവും തോന്നണില്ല. നല്ല ക്ലൈമറ്റ് ആണ്. ഏകദേശം 15-18 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളൂ. അപ്പം നടക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പം ഞങ്ങളിനി പോകുന്നത് യമുനാ നദിയുടെ തീരത്തേക്കാണ്. പറ്റുമെങ്കിൽ രാത്രി തന്നെ ഒരു സ്നാനം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. യമുനാ നദിയിൽ നക്ഷത്രങ്ങളെ നോക്കി നിന്ന ഞങ്ങൾക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. രാജീവേട്ടൻ പറഞ്ഞു, നമുക്കിവിടെ ശിവാലയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയാലോ. വേഗം ഒരു ഓട്ടോ പിടിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ശിവാലയ എന്ന് പറയുന്നത് ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങൾ അടങ്ങിയ ഓരോ ക്ഷേത്രങ്ങളുടെയും മിനിയേച്ചർ രൂപം ഒരു സ്ഥലത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. എന്തായാലും ഒന്ന് പോയി കളയാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നിർഭാഗ്യവശാൽ ഞങ്ങൾ എത്തിയ സമയത്ത് ശിവാലയ അത് ക്ലോസ് ചെയ്തു. അതായത് 8 മണി വരെ അത് ഓപ്പൺ ആവുള്ളൂ. എന്നാലും പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കുറച്ച് നേരം കണ്ടു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നാളെയും ഇനിയുണ്ടല്ലോ, 2-3 ദിവസത്തെ സമയമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നേരത്തെ വന്ന് ഇതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കാണണം. അങ്ങനെ ശിവാലയയുടെ പുറമേ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇന്ന് ടെന്റ് ഹൗസിലേക്ക് മടങ്ങിയാണ്. നാളെ കുംഭമേളയുടെ കൂടുതൽ കാഴ്ചകളുമായിട്ട് വരാം. ബൈ ബൈ.